ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ വീട് പണിത് തീർക്കുകയെന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. സ്വന്തമായി വീട് വേണമെന്ന ആഗ്രഹം കൊണ്ട് അവരുടെ നല്ല കാലം മുഴുവൻ അധ്വാനിച്ചും ടെൻഷൻ അടിച്ചും ഓടി നടക്കുന്ന മനുഷ്യർ. എന്നിട്ടൊടുക്കം സ്വന്തം കൂരയിൽ കയറി കിടക്കാൻ സമയമാകുമ്പോഴേക്കും മനസ്സും ശരീരവും ചുളിഞ്ഞുപോയ മനുഷ്യർ. കഴുത്തോളം മുട്ടി നിൽക്കുന്ന സാമ്പത്തിക ബാധ്യത. മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ വീടിൻ്റെ പാലുകാച്ചിലിൽ കൂടാൻ പറ്റാത്ത മനുഷ്യർ. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 20 ലക്ഷത്തോളം മനുഷ്യരെയാണ് ഈ ബാധ്യതകളിൽ നിന്നെല്ലാം രക്ഷിച്ചത്. 5 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്കാണ് ലൈഫ് ഏകിയത്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കുക, ഇതുപോലൊരു മാതൃകാപരമായ പദ്ധതി എവിടെയും ഇല്ല എന്നതാണ് വസ്തുത. ഒരു വീട്ടിൽ ചുരുങ്ങിയത് 4 പേർ എന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം ആളുകൾ ഇതിന്റെ ഭാഗമായി വരികയാണ്. അതാണ് ലൈഫ് മിഷന്റെ ഭാഗമായി എല്ലാവരും സന്തുഷ്ടരാണ്. ലൈഫ് മിഷൻ കേവലം വീടുകളുടെ പൂർത്തീകരണമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെ ആത്മാഭിമാനത്തോടെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയ ഇച്ഛാശക്തിയുടെ മറുപേരാണ്. ഓക്കി, കോവിഡ്, നിപ്പ, പ്രളയം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതികളിലൊന്ന്. ലൈഫ് മിഷൻ പദ്ധതിക്കായി ഇതുവരെ 20,831.60 കോടി രൂപയാണ് ചെലവിട്ടത്. ഇതിൽ 18,342.70 കോടി രൂപയും സംസ്ഥാന സർക്കാർ വകയാണ്. ഭവന നിർമ്മാണത്തിനായി ഓരോ സാധാരണ കുടുംബത്തിനും 4 ലക്ഷം രൂപയുടെയും പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപയുടെയും സാമ്പത്തിക സഹായമാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും പേരിനൊരു സഹായിക്കലെന്നോണം 75,000-ഉം 1.5 ലക്ഷവും മാത്രം കൊടുക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത്. ഒരു വീടിന് 75,000 രൂപ കൊടുക്കുന്നവരുണ്ട്. ഒരു വീടിന് പരമാവധി വന്നാൽ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ തുക കൊണ്ട് വീട് പൂർത്തിയാക്കാനാവുമോ? തങ്ങളും വീടിന് സഹായിച്ചു എന്ന നിലവിരുത്തലല്ലാതെ വീട് അതുകൊണ്ട് പൂർത്തിയാകില്ലല്ലോ. ഇടതുപക്ഷ സർക്കാർ ലൈഫ് മിഷനിൽ പണിതു കൊടുക്കുന്ന വീടുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വീടുകളുടെയെല്ലാം അടിത്തറ മനുഷ്യരുടെ ആത്മാഭിമാനമാണ്. നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ലോഗോ ലൈഫ് മിഷനിലെ വീടുകൾക്ക് വെക്കണമെന്ന് കേന്ദ്ര സർക്കാർ തിട്ടൂരമിറക്കിയപ്പോൾ പോയി പണി നോക്കാനാണ് പറഞ്ഞത് ഈ നാട്ടിലെ LDF സർക്കാർ. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട് അവരതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. ഇന്ദിരാ ഇല്ലു എന്ന പേരിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച ഭവന പദ്ധതി. സർക്കാർ സഹായത്തിൽ പണിയുന്ന വീടുകൾ ഇങ്ങനെയായിരിക്കണമെന്നാണ് കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം. ഞങ്ങൾ നിങ്ങൾക്ക് ദാനമായി തന്നതാണെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ എന്ന വലതുപക്ഷ കുയുക്തി. മോദിയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും.